ഇതൊരു ഒരു കൂട്ടം തീരന്മാരുണ്ട് ഇതിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. എല്ലാം നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. നല്ലതാണ്. എല്ലാവരുടെയും എൻ്റെ ക്യാരക്ടർ ഭയങ്കര വ്യത്യസ്തമാണ്. അതുപോലെ ഇതിൽ അഭിനയിച്ച എല്ലാ വെറ്ററൻസ്, അശോകേട്ടൻ, ജഗദീഷേട്ടൻ, മനോജ്, സുധീഷ്, അതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം നിന്ന് ശബരീഷ്, അഭിറാം എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഗ്യാരണ്ടി തരുന്നു, എല്ലാവർക്കും ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. പ്രേക്ഷകരുടെ കൂടെ സിനിമ കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല നർമ്മത്തിൽ പൊതിഞ്ഞ ഒരു വേറിട്ടൊരു ചിത്രം, കുറേ ധീരന്മാരുടെ ഗംഭീരമായിരുന്നു. ഞാൻ പറയുന്നത് പോലെ ഒരു സൂപ്പർ ഫൺ റൈഡാണ് ഇപ്പോൾ. ഇറ്റ്സ് എ ഹോൾ ഒരു ട്രാവലാണ്. പക്ഷേ അത് അബ്സല്യൂട്ട് ഡിലൈറ്റാണ്. ഈ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ ഇത്രയും 2.5 മണിക്കൂർ അവരുടെ ആ ഒരു കൂടെ അങ്ങോട്ട് ട്രാവൽ ചെയ്യും. അപ്പോൾ ഞാനൊരിക്കലും എന്നെ ആ ക്യാരക്ടറായിട്ടേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പ്രേക്ഷകർ തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. ബിക്കോസ് ഇത്തരം ഫിലിം മേക്കേഴ്സ്, ഇത്തരം പ്രൊഡക്ഷൻ കമ്പനി ലക്ഷ്മി ആൻഡ് ഗണേഷ്, ചിയേഴ്സ് എൻ്റർടൈൻമെൻറ്റ്, അവരുടെ എല്ലാ പടങ്ങളും പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ച പടങ്ങളാണ് വിത്ത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ. സോ അത്തരം പടങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ബിക്കോസ് ഇറ്റ്സ് എ മോട്ടിവേഷൻ ഫോർ ലോട്ട് ഓഫ് യങ് ഫിലിം മേക്കേഴ്സ്. വ്യത്യസ്തമായ റോളാണ്. അതെ, എല്ലാവരുടെയും. എൻ്റെ ക്യാരക്ടർ ഭയങ്കര വ്യത്യസ്തമാണ്. അതുപോലെ ഇതിൽ അഭിനയിച്ച എല്ലാ വെറ്ററൻസ്, അശോകേട്ടൻ, ജഗദീഷേട്ടൻ, മനോജ്, സുധീഷ്, പിന്നെ നമ്മുടെ ലീപ് രാജേഷ്, ഇത് അഭിറാം, സ്പിനീഷ്, ശബരീഷ്. സോ ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ്. അതുപോലെ ഇതിൽ എടുത്ത് പറയേണ്ടത് ഇതിലെ ക്യാരക്ടേഴ്സ് ചെയ്ത അമ്പിളി ചേച്ചി, എൽദോസിൻ്റെ അമ്മ, പിന്നെ എനിക്ക് എല്ലാവരെയും പേരറിയില്ല. അതിമനോഹരമായ കാസ്റ്റിംഗ് ആയിരുന്നു. സോ അത് തന്നെ ഈ പടത്തിനൊരു വലിയൊരു ഇതാണ്, അസറ്റാണ്. സോ എനിക്ക് ഒന്നേ പറയാനുള്ള, പ്രേക്ഷകർ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം. എല്ലാവരും ഇപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി എല്ലാം അടുത്ത ഷോയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കൊരു കറക്റ്റ് ഇതറിയാൻ പറ്റും. എന്തായാലും ഭയങ്കര സന്തോഷം. താങ്ക് യു. ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ത്രൂവിൻ്റെ കൂടെയും അല്ലെങ്കിൽ അങ്ങനെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരുടെയും കൂടെ ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. എല്ലാം നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. നല്ലതാണ്. അതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം നിന്ന് ശബരീഷ്, അഭിറാം എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഗ്യാരണ്ടി തരുന്നു, എല്ലാവർക്കും ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. ഞാൻ ഇടിച്ചു കയറി പറഞ്ഞതാണ്. അല്ല, അവരിന് പ്രത്യേകിച്ച് എന്ത് തെളിയിക്കാനാണ്? അവന് ദേവൻ്റെ അത് പറഞ്ഞു എന്നല്ല മാത്രം. അവരെന്നും നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ വിനീതേണ്ട ഒരു സർഗവും അല്ലെന്നുണ്ടെങ്കിൽ കുട്ടനമ്പുരാനൊക്കെ ധാരാളം തന്നെയല്ലേ നമ്മളല്ലേ. മുദ്ര മാത്രം മതിയല്ലോ സുധീഷേട്ടൻ ഏത് കാലത്ത്. അപ്പോൾ നമുക്ക് മനോജേട്ടൻ പിന്നെ നമ്മുടെ എന്നും ഫേവറേറ്റാണ്, പേഴ്സണലി ഫേവറേറ്റാണ്. ഗംഭീര സിനിമ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇഷ്ടം പോലെ ചിരിക്കാനും ഉണ്ട് കേട്ടോ. അത് ട്രെയിലറിൽ കാണിക്കാത്തൊരു ഏരിയയാണ്. നന്നായിട്ട് ചിരിക്കാനും ഉണ്ട്. നല്ല ദേവൻ്റെ എന്നുമുള്ള പോലൊരു തന്നെ ഭീഷ്മപുരത്തിലുള്ള പോലെ തന്നെ നല്ല സംഭാഷണങ്ങൾ ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട് ദേവൻ. സന്തോഷം. ഒരു നവാഗതൻ്റെ പടങ്ങൾ പൊതുവെ എനിക്ക് മിസ്സാവാറില്ല. ആദ്യമായിട്ടൊരു നവാഗതൻ്റെ പടം മിസ്സാവണം. അത് പക്ഷെ അതൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഗംഭീര സിനിമ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കും. സന്തോഷമായി. ദേവൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പം കുറച്ച് അധികം കാലം വെയിറ്റ് ചെയ്തിട്ട് വന്ന ഒരു പരിപാടിയാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കണ്ടവരെല്ലാം അതാ ഒരു കൂട്ടം തീരന്മാരുണ്ട് ഇതിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം പറയും. അതെ അത് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കണം നിങ്ങളെല്ലാവരും. ഇത് കണ്ടു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര കിടലന്നെ. ഞാനത് ഇങ്ങനെ ഇൻ്റർവ്യൂസിലൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സീനിയേഴ്സ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മളെക്കാളും ചെറുപ്പമാണ് അവർ. അതിൻ്റെ അങ്ങനെ അടിച്ചടിച്ച് നിൽക്കുന്നത് നമ്മളെ പോലെ.